ഹായ്, ഞാൻ രജനിയാണേ. ഇത് കണ്ടോ, നമ്മുടെ ബ്ലാക്ക് മോണിങ്ക കണ്ടോ, നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ വിത്ത് ഞാൻ പാകുന്നതും പിന്നെ വളമിടുന്നതൊക്കെ കാണിക്കാവേ. കണ്ടോ, വിത്ത് ഉണങ്ങാൻ വെച്ചിരിക്കുന്നുണ്ടോ. ബാക്കിയെല്ലാം ഞാൻ പാകി കുറച്ചൊക്കെ കിളുത്ത്, എല്ലാം ഒന്നും കിളുക്കത്തില്ല. കണ്ടോ, അതിനകത്ത് വിത്തായത്. അത് നമുക്ക് പാകാം. പൊട്ടി മിക്സ് പോട്ടെ. ഇത് ഒരു ചെടി നിൽക്കുന്ന പോട്ട് തന്നെയാണ്. അതിനകത്തോട്ട് ചുമ്മാ ഇട്ടാൽ മതി. നമ്മളിതുണ്ടല്ലോ, ഒത്തിരി കാര്യമായിട്ട് നല്ല രീതിയിൽ നട്ടാൽ പാകിയത് കിളുക്കത്തില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അവിടെ കിടന്ന് അത് കിളുക്കും. നമ്മളിത് വലിയ കാര്യത്തിലൊക്കെ നട്ട് പാകി പിന്നെ വന്ന് നോക്കുമ്പോൾ ഒന്ന് കിളുക്കും, അത് പോകും. അതിലും നല്ലത് ഇങ്ങനെയൊക്കെ ചുമ്മാ ചെയ്തിട്ടൊരു പോട്ടിൻ്റെ സൈഡിലോട്ട് പാകിയിട്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കിളുക്കും. കണ്ടോ, ഇത് ബ്ലാക്ക് മോണിങ്കയുടെ വിത്താണ്. ഞാൻ അങ്ങനെ ചുമ്മാ വെറുതെ ഇട്ടതാണ്. എല്ലാം കിളുത്താണ്ട് നല്ല ആരോഗ്യത്തോടെ. പോട്ടി മിക്സിലായതുകൊണ്ട് അതിനകത്ത് വളം കൂടെ ഒക്കെ ഉള്ളതുകൊണ്ടല്ലോ അദ്ദേഹം ഇത് നല്ല ആരോഗ്യത്തോടെ വളരും. നമ്മൾ മണ്ണും മണലും ഒക്കെ ഇട്ട് വെക്കുമ്പോൾ ഇത്രയും ആരോഗ്യം കിട്ടത്തില്ല കിളിർത്ത് വരുന്ന ചെടിക്ക്. ഇത് കണ്ടോ, നല്ല ആരോഗ്യമാണ് ചെടിക്ക്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചെറിയ ഗ്ലാസ്സിൽ പാകാം. ഇത് കണ്ടോ, ഞാൻ മണ്ണും മണലും ഇട്ട് അതിൻ്റെ ആരോഗ്യം കണ്ടോ. ചാണകപ്പൊടിയൊന്നും ഇല്ലാതെ കേട്ടോ. ഇത് തന്നെ വീണ് കിളുക്കുന്നതാണ്. കണ്ടോ, വിത്തെല്ലാം കിളുക്കുന്നുണ്ടോ. എന്നോട് ചിലരൊക്കെ പറയുന്നുണ്ട് അവരുടെ വിത്തൊന്നും കിളുക്കുന്നില്ലെന്നേ. അതിനാണ് ഈ വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ച്. കണ്ടോ, ഇത് വെറുതെ മുറ്റത്ത് വീണ വിത്തുകളാണ്, പാകിയതൊന്നുമല്ല. കിളുത്താണ്ടോ. ഇത് ബ്ലാക്ക് മോണിങ്കയുടെയും വേറെ വിങ്കയുടെയൊക്കെ വിത്ത് ഞാൻ മാറ്റി നട്ടിരിക്കുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നോട്ടത്തിലൊക്കെ പോയി നമ്മൾ പാകുമ്പോഴാണിത് കിളുക്കാത്തത്. അങ്ങനെ ഇതിന് കുറച്ച് വളം കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് ഞാൻ പോട്ടി മിക്സ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കൂട്ടിയിടുമെന്ന്. ചെടി പോയി കഴിയുമ്പോൾ അത് ഉണങ്ങിയതാണ്. അതിനകത്തുനിന്ന് കുറച്ചെടുക്കാം. കുറച്ച് ചാണകപ്പൊടിയും കൂടി എടുക്കാവേ. ഞാനിവിടെ ചാണകപ്പൊടിയും മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ ചാണകപ്പൊടിയും കൂടെ നമുക്ക് ചാക്കിനകത്ത് മേടിച്ച് വെച്ചാൽ അതിനകത്തുനിന്നും കുറച്ചെടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് മതി, എല്ലാം കൂടി ഇടാൻ സമയം ഇല്ല. അതുകൊണ്ട് കുറച്ച് അടിക്കുക. നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യാവേ. മിക്സ് ചെയ്തിട്ട് വിങ്കയുടെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കട്ട കെട്ടി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് വളം വായിക്കോളും. ചാണകപ്പൊടിയല്ലേ. ഒത്തിരി പിന്നെ ഇതിന് ചുവടുണ്ടല്ലോ, ഒരുപാട് ഇളക്കല്. കാരണം ഇതിൻ്റെ പൊടിയായിട്ടുള്ള വേരാണ്. അതെല്ലാം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പോയാലെല്ലാം എടുക്കും. തീരെ പൊടിയായിട്ടുള്ള വേരാണ് ഇതിന്. അപ്പടി വേര് വരും. ഈ കരിയിലയൊക്കെ ഇട്ട് ഞാൻ കരിയിലയാണ് ഇതിന് കൂടുതലും വിടുന്നത്. പച്ചക്കറി വേസ്റ്റ് വളമായത് അത് പിന്നെ അങ്ങ് എടുത്ത് വേറെ ചെടിക്കുമല്ലോ ഇവിടെ. അപ്പം നന്നായിട്ട് ആ കരിയിലക്കകത്തൂടെ എല്ലാം വേര് പോകും. അപ്പം നമുക്കത് ഒത്തിരി വെറുതെ ഒന്ന് മണ്ണ് മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കുമ്പോഴേ വളം അങ്ങ് ചെന്നോളും. നല്ല ഭംഗിയുണ്ട്. എല്ലാത്തിനെയും പൂവാണ് അല്ലല്ലേ. നല്ല ഭംഗിയത് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഞാൻ അങ്ങനെ രാസവളമൊന്നും ഇടത്തില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇതിനും പൂവിടുക. വലിയ പൂക്കളുമാണ്. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇതിനൊക്കെ ഇച്ചിരി ഏറെ അങ്ങ് ഇടുക. ഇനി മഴക്കാലമല്ലേ, പെട്ടെന്നൊന്നും ഇടുന്നില്ലല്ലോ. ഇത് സൈഡിലെല്ലാം പൂക്കളാണ്, ചെറിയ പൂക്കളാണ്. വളം കൊടുക്കാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇച്ചിരി വളം ഇടാമെന്ന് വെച്ചത്. ഇത് കണ്ടോ, വലിയ പൂക്കളല്ലേ. ഒരു കൊല്ലയിൽ എത്ര പൂവാന്ന് നോക്കിക്കേ.
വളമിട്ടിട്ടേ ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ, കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഒരുപാടായാലേ വാടി വെല്ലം പോയാൽ, ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേ വാടി വെല്ലം പോയാൽ തന്നെ അടുക്കും. അതിൻ്റെ വേര് കാണും. കുറേ വിങ്കയ്ക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുവാണേ. ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങനെ വളമിടത്തില്ല, കരിയിലയും ഒക്കെ ഉള്ളതുകൊണ്ട്. ഇന്ന് ഇച്ചിരി ഏറെ വളമാണ് ഇടുക. ഇനി കുറേ നാളത്തേക്ക് ഇടത്തില്ല. വീഡിയോ നിർത്തുവാണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഇത് വേണ്ട, നല്ലൊരു കളറാണ് അല്ലേ, നല്ല ഭംഗിയില്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വിങ്കാണ് ഇത്. ബ്ലാക്ക് മൂൺ, ഇത് റെഡ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും. വീഡിയോ നിർത്തുവാണേ.